സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, സ്വർണം വിറ്റവരാരപ്പ, കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ. വരാൻ വേണ്ടി കേരള സർക്കാരിന് പറ്റുമെങ്കിൽ അദ്ദേഹം ഈ പണിയും നിർത്തി പോകുന്നതാണ് നല്ലത്. ശ്രീ ശ്യാമരാജ് ഇവിടെ തെറ്റ് എന്ന് പറഞ്ഞു. തെറ്റ് ചൂണ്ടിക്കാട്ടി 24 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേക പദവിയിലെ സ്പെഷ്യൽ പീരീഡർ ആയുസ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ പദവിയുടെ ആയുസ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ശ്യാമരാജ്, ഈ വക്കീൽ ഒരു നരേന്ദ്രമോദി ഭക്തനാണെന്നും ഒരു സംഘപരിവാർ അനുകൂലിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ ആധികാരം എനിക്കറിയില്ല. ഇനി ആ പറഞ്ഞ സത്യമാണെങ്കിൽ എന്തുകൊണ്ടാകും ഒരു സംഘാനുകൂലി UDF സർക്കാരിന്റെ ഒരു പ്രധാന പദവിയിലേക്ക് ഇനി അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ തന്നെ വരുന്നത്? ശ്രീ ശ്യാമരാജ്, ഹാഷ്മി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കേട്ട പാട്ടുണ്ടല്ലോ, പോറ്റിയെ കയറ്റിയെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ബാക്കി കൂടി ഇപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, സ്വർണം വിറ്റവരാരപ്പ, കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ എന്നുള്ളതായല്ലോ. ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും വന്നിട്ട് ഏതെങ്കിലും കള്ളന്മാരെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ഈ സംഘപരിവാർ അനുകൂലി മോദി അനുകൂലി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അത് ചുമ്മാ എൻ്റെ മകൻ്റെ ചോദിച്ചിട്ട് കെട്ടിവെക്കണ്ട. അതിന്റെ ക്രെഡിറ്റ് സാർ വേറെ ആർക്കെങ്കിലും കൊടുത്തു. അവരേതെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെട്ടിട്ട് കൊള്ളയല്ലേ, എന്നാൽ കുറച്ച് സംഘപരിവാറിൻ്റെ തലയിൽ കൂടി ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാശ്മീർ ഇത് ഈ ശബരിമലയിലെ കൊള്ള മൊത്തം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്നിട്ട് തന്നെയാണ്. ഈ ജോസ് കൊടുങ്ങില്ലേ? ഞാനോ? നീയും കൊടുക്കും. ഇപ്പൊ നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന പോലെ അത്ര ലാഘവത്തോടെ ലളിതമായിട്ട് കാണേണ്ട കാര്യമല്ല. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഞാൻ 2 ചോദ്യങ്ങളെ ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ആരെയാണ് നിയമിച്ചത്? വക്കീല കോട്ടക്കെട്ട് കണ്ടില്ലേ? കോട്ടയ്ക്കുണ്ട്, പക്ഷേ വിശ്വാസമില്ലേ? ഒറ്റ മിനിറ്റ്. Look at that. 2, എവിടെയാണ് നിയമിച്ചത്? നോക്കൂ, നമ്മൾ മാസങ്ങളോളം കേരളത്തിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികളും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും അടക്കമുള്ള ആളുകൾ ഞങ്ങൾ സമരം ചെയ്ത് കേരളത്തിൽ മാസങ്ങളോളം പൊതുജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ളയിലെ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ശബരിമലയിലെ സ്വർണം ഉരുക്കിയെടുത്ത ഒരു ഫേമിൻ്റെ ഒരു കമ്പനിയുടെ അവർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞിട്ട് അവരുടെ വക്താവായിട്ട് വന്ന ഒരു വക്കീലിനെയാണ് എവിടെ പ്രത്യേക ഒരു പേരും കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്നുള്ള പ്രത്യേക പോസ്റ്റും കൊടുത്തിട്ട് ശ്രീ VD സതീശൻ നിയമിച്ചിരിക്കുന്നത്. അത് ഉരുക്കണമെന്നുണ്ടെങ്കിലേ എന്റെ നെഞ്ചത്തേക്ക് വെച്ചാൽ മതി, നല്ല ചൂടാ, ഉരുക്കോളും. അത് കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ചെറിയ കാര്യമൊന്നും അല്ല എൻ്റെ കാശ്മീർ. ഇതെങ്ങനെ ഇദ്ദേഹത്തെ തന്നെ നിയമിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർക്ക് ഈ വക്കീലുമാരില്ലെന്ന്? ഇവരുടെ അസോസിയേഷൻ, ഇവരുടെ ഓർഗനൈസേഷനൊക്കെ ഉണ്ടല്ലോ. ഈ സംസ്ഥാനത്ത് 1,900 വക്കീലന്മാരുണ്ടായിട്ട്, കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാർ തന്നെ വക്കീലന്മാരുണ്ടായിട്ട്, വക്കീലന്മാരുടെ സംഘടന അവർക്കുണ്ടായിട്ട്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ശബരിമലയിലെ സ്വർണം ഉരുക്കിയ ആ കമ്പനിയുടെ അവർക്ക് വേണ്ടി ന്യായീകരിച്ച ആളെ തന്നെ എന്തിന് ഇവരോട് കൊണ്ടുവന്ന് വെച്ചു? പ്രത്യേക പോസ്റ്റും കൊടുത്ത് എന്തിനോട് കൊണ്ടുവച്ചു എന്നുള്ള എൻ്റെ ഒന്നാമത് ചോദ്യം. ഫീസും കുറവാ, പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വില കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. ഇനി നോക്കൂ, കേരളത്തിലെ നിയമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീ VD സതീശനാണ്. ഒരു പ്രത്യേക പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മറ്റേ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിട്ട് ഒഴിവായത് എന്താണ്? അദ്ദേഹം ആ ക്യാബിനറ്റിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, തെറ്റാണ് തിരുത്താൻ കേട്ടോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്യാബിനറ്റിൽ പങ്കെടുത്തില്ലെങ്കിലും ക്യാബിനറ്റിന് തൊട്ട് മുമ്പ് ക്യാബിനറ്റ് നോട്ട് എന്നുള്ള രീതിയിൽ മുഴുവൻ ആളുകൾക്കും എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു നോട്ട് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും നോട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി, നിയമകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെ ഒരു സ്പെഷ്യൽ പോസ്റ്റ്, പ്രത്യേക പോസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കേരള സർക്കാരിന് പറ്റുമെങ്കിൽ അദ്ദേഹം ഈ പണിയും നിർത്തി പോകുന്നതാണ് നല്ലത്. നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. നോക്കൂ, മുഖ്യമന്ത്രി തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം അറിയാതെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഇവരെന്താ, നമ്മളും ചോറ് തന്നെ അല്ലേ, അല്ലാതെ ഇവര് ചോറും നമ്മൾ ചപ്പാത്തി ഒന്നും അല്ലല്ലോ, എല്ലാവരും ചോറ് തന്നെ. മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചാവോ? ഞാൻ പറഞ്ഞ ശ്യാമരാജ്, ഇവിടെ ഈ CBR പറയുന്നത് പോലെ ഇപ്പൊ എല്ലാ നിയമനങ്ങളും മുഖ്യമന്ത്രിയോ അതിന് തലപ്പത്തുള്ള മന്ത്രിമാരോ അറിയണമെന്നില്ല. ആണിയടിക്കുന്നതിൽ ഇടനിലക്കാരായ ഈ പറയുന്ന കോൺട്രാക്ടർമാരും മേശന്മാരൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ മേശന്മാർ ഇപ്പോൾ ശ്യാമരാജ് ഒരു കാര്യം ഉറപ്പാണ്,
ഈ കക്ഷി ദേവസ്വം കേസുകളിൽ അഗ്രഗണ്യനാണ്. ഈ കക്ഷി ദേവസ്വം കേസുകളിൽ വാദിച്ച് ഒരുപാട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള, കൊട്ടിയൂർ കേസിലടക്കം വിശ്വസ്തയോടെ വാദിക്കുന്ന ഒരു അഭിഭാഷകനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഇന്റഗ്രിറ്റിയിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹം ഈ പറഞ്ഞ ഭണ്ഡാരിയുടെ വക്കീലാണെന്ന് മാറ്റി നിർത്തിയാൽ, ശ്യാംരാജിന് ഈ ഭണ്ഡാരിയുടെ വക്കീലാണെന്ന കാര്യം മറച്ചു വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ ശ്യാംരാജ്? ഇതാരാണ് ഹാഷ്മി? ഈ KV പ്രദീപ് എന്ന് പറയുന്ന പേര് ശ്രീ വി ഡി സതീശൻ ഇതുവരെ കേട്ടില്ലേ? ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചടിച്ചുകൊണ്ടിരുന്നേ? വി ഡി സതീശൻ ആരാണ്? കോൺഗ്രസിന്റെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ബൂത്തിൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഈ KV ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കാത്തതാരാ? പ്രദീപ് എന്നുള്ള പേര് കേൾക്കാത്തതാരാണ്? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാരാ ഉള്ളത്? കേരളത്തിന്റെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ഈ പറഞ്ഞിട്ടുള്ള വക്കീലിനെ അറിയില്ലെന്നാണ് ഹാഷ്മി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് അറിയാതിരിക്കും എന്റെ ഹാഷ്മി. അതാണ് അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അറിയാതിരുന്നാൽ, അങ്ങനെ അറിയില്ല എന്നാണ് വീഡിയോയുടെ വാദമെങ്കിൽ പിന്നെയും പോയി കുരുക്കിപ്പെടുക. ഇത്രയും പ്രധാനപ്പെട്ട നിയമനങ്ങൾ അറിയാതെയാണോ CM കസേര നിയമനത്തിൽ കുരുക്കിപ്പെടുക? രണ്ടും ഇപ്പോ ഞാൻ അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാലും പ്രശ്നം. ഇപ്പൊ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വീഡിയോയുടെ ചോദ്യം ഉണ്ടാവില്ലേ? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അറിയാതെയാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അല്ല, എന്റെ പോയിന്റ് അവിടെയാണ്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അറിയാതെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ദയവായിട്ട് ഈ ചുമതല രാജിവെച്ചിട്ട് പോകണം. കാരണം ഒന്ന് ആലോചിക്കുക, അദ്ദേഹത്തിന് സ്വന്തം വകുപ്പിലാണ്, മുഖ്യമന്ത്രി കൂടിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് സ്വന്തം വകുപ്പിൽ ഇത്തരത്തിലുള്ള നിയമനം അദ്ദേഹം അറിയാതെ പിന്നെ ആരാണ് നിയമിച്ചത്? ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ. ക്യാബിനറ്റ് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ നേതാവാരാണ്, അതിന്റെ തലവനാരാണ്? ആ ചർച്ച ചെയ്യുമ്പോൾ നടുക്കത്തെ കസേരയിൽ ഇരിക്കുന്നവരാണ് മുഖ്യമന്ത്രിയല്ലേ? ആ പേര് ഇവിടെ വന്നിട്ടുണ്ടാവില്ല, പിന്നെ ഒളിച്ചു കിടത്തിയോ? ആ പേര് എവിടെ ചർച്ച ചെയ്തു? ഇങ്ങനെ ഒരു സ്പെഷ്യൽ പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ആ പേര് എവിടെയാണ് ചർച്ച ചെയ്തത്? ആ പേര് ചർച്ച ചെയ്തിട്ട് ആരാണ് പബ്ലിഷ് ചെയ്തത്? ഇത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആർക്കും ഈ ഒരു വ്യക്തിയെ അറിയുകയില്ലെന്ന് പറഞ്ഞ കാശ്മീർ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ അതാണ് പ്രശ്നം. കഴിഞ്ഞില്ല ലാസ്റ്റ് പോയിന്റ് നോക്കൂ. അതിനർത്ഥം എന്ന് പറയുന്നത് ഇവർക്ക് ആരെയോ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെന്നേ. ഇതങ്ങനെ നമ്മൾ നിഷ്കളങ്കമായിട്ട് കാണേണ്ട കാശ്മീർ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇവർ അറിയാതെ ചെയ്തതല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരും അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ നടന്നിട്ടുള്ളതല്ല. ഇവർക്ക് ഈ നോക്കി ഒരു ദിവസമാണെങ്കിൽ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തല്ലോ. എന്തൊക്കെ ഡീറ്റെയിൽസ് അദ്ദേഹം എടുത്തിട്ട് പോയിട്ടുണ്ടാവാം. അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു, അതൊക്കെ എപ്പോഴേ കട്ട് ബോധിച്ചു, എന്തൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് വി ഡി സതീശനെ ആരെയോ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെന്നേ. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. അതാണ് നമ്മൾ ശബരിമല സമരത്തിന് തുടക്കം മുതൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അടൂർ പ്രകാശൻ അടക്കമുള്ള ആളുകളും സോണിയാഗാന്ധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളുകളുമായിട്ട് സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടി പോയത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും കൊടുക്കാത്തത്? എന്തേ കോൺഗ്രസ് ബാക്ക്ഫുട്ടിലായത്? ശബരിമല സമരം നടക്കുന്ന സമയത്ത് BJP ആവശ്യപ്പെട്ടു, CBI അന്വേഷണം ആവശ്യപ്പെട്ടു, കോൺഗ്രസ് തുടക്കത്തിൽ ആവശ്യപ്പെട്ടു. ഈ അടൂർ പ്രകാശിന്റെ സോണിയാഗാന്ധിയോടൊപ്പമുള്ള ഫോട്ടോ വന്നതിന് ശേഷം ഇവരെന്താ ബാക്ക്ഫുട്ടിൽ പോയത്? സാറേ മൂപ്പരുടെ ഫോട്ടോ എന്തായിട്ടുണ്ട്? ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ ഇപ്പൊ എന്താ ഇതുവരെ CBI അന്വേഷണം ഇവർ പറയാത്തത്? ഇതുവരെ അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഇന്ന് വരെ ഇവർക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അടൂർ പ്രകാശ് അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ പറയുന്ന പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് പോറ്റിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആ പോറ്റിയുടെ കൂടെ പോയതാണ് അടൂർ പ്രകാശ് എന്ന് ആലോചിച്ച് നോക്കണേ. കേരളത്തിന്റെ MP ആയിരുന്ന ഒരാൾ പറയാണ്, UDF കൺവീനർ ആയിരുന്ന ആൾ പറയാണ്, ഏതോ ഒരാൾ അദ്ദേഹത്തിന്റെ നേതാവിന്, ഏതോ അടൂർ പ്രകാശിന്റെ നേതാവ് സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെ കാണാൻ പോയത് പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയതുകൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല, ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. എന്നാലത് ശരിയല്ലല്ലോ, ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിംഗോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആരും ഓക്കെ, എന്തായാലും ആ നിയമനം, ഈ ആരോപണം CPM-നും നിങ്ങൾക്ക് BJP കുറച്ചുകൂടി രൂക്ഷമായി ഉന്നയിക്കാൻ അവസരം നൽകുന്നു എന്ന തർക്കമാണ്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.